ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഇന്ന് ബുക്ക് റിവ്യൂവിൻ്റെ ദിവസമാണ്. ആ, ഇന്നത്തെ ബുക്ക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ടോപ്പിക്കാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും ഹാപ്പിനെസ്സിനെ കുറിച്ച് ഒത്തിരിയും പറയാറുണ്ടാകും. കാരണം ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അത്ര മനോഹരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ദ ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ബുക്കാണ്. ഈ ബുക്കിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് നീൽ പാസ്ട്രിച്ച് എന്ന് പറയുന്ന ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ ഓതറാണ്. ഒരു കനേഡിയൻ എഴുത്തുകാരനും ഒരു സംരംഭകനും അതുപോലെ തന്നെ ഒരു പോഡ്കാസ്റ്ററും പൊതുപ്രഭാഷകനുമാണ് നീൽ പാസ്ട്രിച്ച. പോസിറ്റിവിറ്റിയെ വളരെ ലളിതമായി ആനന്ദങ്ങളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുറേ അന്താരാഷ്ട്ര ബുക്ക് ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ദ ഹാപ്പിനെസ് ഇക്വേഷൻ, അടുത്തത് ബുക്ക് ഓഫ് ഓസം. അപ്പം ഇങ്ങനെയുള്ള ഈ ബുക്കുകളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ ബുക്കുകളിലൂടെ, അല്ലെങ്കിൽ ഈ ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുന്ന ബുക്കിലൂടെ നമുക്ക് ഒന്ന് ആ വ്യക്തിയുടെ കണ്ടന്റുകളെ ഒന്ന് പരിചയപ്പെടാം. അത് ഒരു കനേഡിയൻ എഴുത്തുകാരനാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു പ്രഭാഷകനാണ്, ഒരു പോഡ്കാസ്റ്ററാണ്, സംരംഭകനുമാണ്. എന്താണ് ഈ ബുക്കിൻ്റെ, ഇതിന് 3 ഭാഗങ്ങളായിട്ടാണ് ഈ ബുക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, സന്തോഷത്തിനുള്ള 9 രഹസ്യങ്ങൾ, സീക്രട്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, നമ്മൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമവാക്യങ്ങൾ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം സാധാരണ നമ്മുടെ ഒരു സമവാക്യം ഇതാണ്: മുമ്പ് കഠിനമായി അധ്വാനിച്ചാൽ പിന്നെ സന്തോഷിക്കാം. ശരിയല്ലേ? ഇതല്ലേ നമ്മുടെ ആപ്തവാക്യം? കഠിനമായി അധ്വാനിച്ച് അതിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് സന്തോഷിക്കാം എന്ന് വിചാരിച്ച് പലപ്പോഴും മണ്ടന്മാരായിരിക്കുന്നവരാണ് നമ്മൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സിദ്ധാന്തം വളരെ തെറ്റാണ്. തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് ഈ പുതിയ തലമുറയിൽ മനസ്സിലാക്കാം. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് പറയാമോ? ഇപ്പൊ പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് പറയാൻ പറ്റുമോ? നന്നായിട്ട് അധ്വാനിച്ചാൽ സന്തോഷിക്കാം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് പറിക്കാന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അത് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ശരിയാണോ എന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ സിസ്റ്റത്തില് ശരിയല്ല. കഠിനാധ്വാനം ചെയ്താൽ ആ സന്തോഷം ഉടനെ തന്നെ അതിനെ അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നേക്ക് മാറ്റിവെച്ചു വയസ്സാം കാലത്തേക്ക് വെച്ചാൽ ഒന്നും നടക്കില്ല. സാറേ, ഇപ്പോഴത്തെ നമ്മളുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഒരു വലിയ തത്വം ഇത് തന്നെയാ, അല്ലേ വേണുഗോപാൽ സാറേ? അല്ല, അതെന്താ വെച്ചാൽ കഠിനാധ്വാനം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭാവിയിൽ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത്തരം കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് കറക്റ്റ്. അല്ല, എന്നാൽ പോലും അതിൽ നിന്ന് സന്തോഷം കിട്ടുമോ എന്ന ചോദ്യം. ഉദാഹരണം പറഞ്ഞാൽ ഒത്തിരി പണം, സന്തോഷം ആദ്യം ഉണ്ടാവില്ല, സ്ഥായിയായ സന്തോഷമില്ല. ഒത്തിരി പണം ഉണ്ടാക്കി, കഠിനമായി അധ്വാനിച്ച് ഒത്തിരി പണം ഉണ്ടാക്കി, ബിസിനസ് ചെയ്ത് ഒത്തിരി പണം ഉണ്ടാക്കി, അത് സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുമോ? സന്തോഷം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. സന്തോഷം പിൽക്കാലത്ത് അത് അങ്ങനെ നമുക്ക് വലിയ ചോദ്യം അല്ലേ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ദാറ്റ്സ് എ തിങ്. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ആ പഴയ സമവാക്യം തെറ്റാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു പുതിയ ചിന്തയിലൂടെ ആയിരിക്കാം പറഞ്ഞത്, തെറ്റൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മുമ്പ് കഠിനമായി അധ്വാനിച്ചാൽ പിന്നെ സന്തോഷിക്കാമെന്ന സമവാക്യം തെറ്റാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. സന്തോഷം തന്നെയാണ് ജീവിതത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും എഞ്ചിനാകുന്നത് എന്ന് പറയും. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു പുറപ്പാട്, ഒരു യാത്രയാണ്, ഒരു ഡെസ്റ്റിനേഷൻ അല്ല, പക്ഷെ അതൊരു യാത്രയാണ്.
എന്ന് വെച്ചാൽ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ലഗേജ് ആണ് സത്യത്തിൽ സന്തോഷം. അത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഹോൾഡ് ചെയ്യണം. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞ് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാലൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ സന്തോഷം കൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സന്തോഷിക്കാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഈ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഈ സന്തോഷത്തിനെ എല്ലാം ഇങ്ങനെ എന്താ പറയുക പിടിച്ച് വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഇപ്പം ഈ പറയുന്ന പോലെ ഒത്തിരി യാത്രകളൊക്കെ ചെയ്യുന്ന വിദ്വാൻമാരുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് തന്നെ സന്തോഷത്തിൻ്റെ ഒരു വലിയ ശക്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഈ നിമിഷം നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അത് അപ്പം ചെയ്യുക. നിൽക്കണ നിപ്പിൽ ലക്ഷദ്വീപിലൊക്കെ പോയി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഇതൊരു യാത്രയുടെ ലഗേജാണ്. അപ്പോൾ ഈ സന്തോഷത്തോട് കൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, മുമ്പ് കഠിനമായി അധ്വാനിച്ചാൽ പിന്നെ സന്തോഷിക്കാമെന്ന സമവാക്യത്തിന് പകരം സന്തോഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ വിജയത്തിൻ്റെയും ഈ പറയുന്ന പോലെ പ്രൊഡക്ടിവിറ്റിയുടെയും ഒക്കെ സാധ്യതകൾ ഒത്തിരിയുമുണ്ട്. അത് ലക്ഷ്യമല്ല, പക്ഷേ യാത്രയുടെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ഭാഗം 3 ഭാഗങ്ങളായിട്ടാണ് ഈ ബുക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം എന്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നില്ല എന്നുള്ള ഒരു പാർട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ അതിന് നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണത്. ഒരു പരമ്പരാഗത ഫോർമുലയുണ്ട്, ഒരു ബ്രോക്കൺ ഫോർമുലയാണത്. ആ ഫോർമുലയ്ക്ക് പകരം പുതിയൊരു സമവാക്യം നമ്മൾ സൃഷ്ടിക്കണം. മികച്ച പ്രവൃത്തിയിലൂടെ വിജയവും സന്തോഷവും നേടാം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിന് പകരം പുതിയ സമവാക്യം സന്തോഷത്തോടെ വിജയം കണ്ടെത്താനുള്ള മാർഗങ്ങൾ അവലംബിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സത്യമായിട്ട് മക്കളെ ഇത്രയും സന്തോഷത്തോടെ വളർത്തി വലുതാക്കിയത്, അല്ലെങ്കിൽ നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഈ തലമുറയിലുള്ള ആളുകളെല്ലാം വളരെ സന്തോഷത്തോടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരൊക്കെ നമ്മളെ ഇട്ടേച്ച് പറ്റുമെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞിനെയൊക്കെ തന്ന് നമ്മളെ നേരെ അവർ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം വിജയവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതായി പോകുന്നുണ്ട്. അതൊരു ബ്രോക്കൺ ഫോർമുലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പുതിയ സമവാക്യം വെച്ചാൽ സന്തോഷത്തോടു കൂടി തന്നെ ഇതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശം. നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നിങ്ങൾ അധ്വാനിച്ച് എല്ലാം സമ്പാദിച്ചിട്ട് നിങ്ങൾക്ക് വിജയിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാം എന്നുള്ള ആ സിസ്റ്റത്തിന് പകരം സ്വല്പം കൂടെ സ്റ്റൈലൊന്ന് മാറ്റണം. സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്യുക എന്നുള്ള രീതി. എന്തായി ഒന്ന് പറയാമോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഒരു ചെറിയ ചർച്ചയ്ക്കുള്ള വകയുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ. പുതിയ ഈ നിർദ്ദേശം ശരിയാണോ? അദ്ദേഹം സ്ഥാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അതാണ്, നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയവും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ അതിനോട് യോജിക്കുന്നു. അതെ, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ സന്തോഷത്തോടുകൂടി പോകാനൊന്നും ആൾക്കാർക്ക് ഇല്ല. നമ്മൾ പാഷനബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാലോ. അതെ, അത് ശരിയാണ്. സാധാരണ ഇതില് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓടി നടക്കുക പല മാർഗങ്ങൾ. പക്ഷെ ആ സമയത്തൊന്നും അവർക്ക് സന്തോഷിക്കാനുള്ള വകയില്ല. ഉണ്ടാക്കിയ സ്വത്ത് വാരിക്കൂട്ടുക അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ മക്കള് നശിപ്പിക്കുകയും ഒരു പ്രധാനപ്പെട്ട എല്ലാം മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് അനുഭവിക്കാതിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതിനാണ് സാർ എതിര് പറഞ്ഞത്. സാറല്ല, ഞാൻ പറയരുത്. ഒരു മിനിറ്റ്. ഒരു സന്യാസി കുറച്ച് ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓടി തിരിച്ചെത്തുന്നതിനുള്ളിലുള്ള എല്ലാ സ്ഥലവും നിങ്ങളുടെ സ്വന്തമാണ്, ഓടി തിരിച്ചെത്തുന്നത് വരെയുള്ളത്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായി. എൻ്റെ ഓട്ടത്തിനനുസരിച്ച് അതെനിക്ക് തിരിച്ചു കിട്ടുന്നതായി. പലരും ഓടി. ചിലരൊക്കെ കുറച്ചു ദൂരം ഓടിയിട്ട് മതി എന്ന് പറഞ്ഞ് സ്വാമിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. സ്വാമി പറഞ്ഞു, നിങ്ങൾ എടുത്തോ. പക്ഷെ ഒരാളുടെ ഓട്ടം അവസാനിച്ചേ ഇല്ല. സ്വാമി പറഞ്ഞു, കുഴപ്പമില്ല, അവസാനിക്കട്ടെ. അദ്ദേഹം ഒരുപാട് ഓടി തളർന്ന് തരിപ്പണമായി ഒരു സ്ഥലത്ത് കിടന്നു. അയാൾ കഴിഞ്ഞു, അയാൾ മരിച്ചു അവിടെ.
സ്വാമി അയാൾക്ക് ചുറ്റും ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഇത്രയും ഭാഗം നിന്റെ സ്വന്തമാണ്, നീ തിരിച്ചെത്തിയിട്ടില്ല, നീ ഇവിടെയാണ് കിടക്കുന്നത്, നിന്റെ സ്വന്തമാണ്. അപ്പൊ ആദ്യത്തെ ആള് സന്തോഷത്തോടെ ഒരു ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഇനി സന്തോഷിക്കാനുണ്ട്, ഞാൻ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വിത്ത് എ ഹൈ ഹാപ്പിനെസ് പുള്ളി പോയി ഉടനെ തന്നെ തിരിച്ചു വന്നു. മറ്റേയാൾക്ക് മതിയാകുന്നില്ല, തളരുകയാണ്. അവിടെ അയാൾക്ക് ഹാപ്പിനെസ് നേടാൻ കഴിയില്ല. അയാൾ വിചാരിച്ചു ഒത്തിരി ഏരിയ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഏരിയ വന്നു, സന്തോഷിക്കാൻ സമയം കിട്ടിയില്ല. സർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഓടി തകർക്കുക അല്ലേ, എങ്ങും എത്തുന്നുമില്ല. സന്തോഷം തിരിച്ചു വരുമ്പോൾ സന്തോഷത്തിനുള്ള സാധ്യത. റോയ് സാറേ എന്നാ പറയുന്നു? അതെ, സന്തോഷത്തോട് കൂടി ചെയ്യുന്ന ജോലിക്ക് വിജയം ഉറപ്പാണെന്ന് അതിൻ്റെ അർത്ഥം. കാരണം വേറെ ആരുടെയും പ്രേരണ കൊണ്ടും മറ്റതുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പിന്നെ വിജയം കാണുക എന്ന് പറയുന്നതല്ല. അതിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുക ജോലി എന്നുള്ളതാണ്. ഇതല്ല, സന്തോഷമാണ്. ആ ജോലി ചെയ്യുന്നതിന് വളരെ സന്തോഷമാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യെസ്, അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഓതറൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സന്തോഷത്തോടു കൂടി വിജയത്തിലേക്ക് പോവുക. അപ്പൊ പ്രവൃത്തിയുമെല്ലാം അല്ലെ, അത് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മളെന്ന വ്യക്തിത്വത്തെ ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, അടുത്തയിലേക്ക് ഒന്ന് പോവാം. അതിന്റെ ഭാഗം 2 അദ്ദേഹം സന്തോഷത്തിനായിട്ടുള്ള 9 തത്വങ്ങളെ കുറിച്ചാണ്, 9 സീക്രട്സ് ഓഫ് ഹാപ്പിനെസ്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് അത് ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ ഹാപ്പിനെസിന്റെ പാർട്ടുകൾ ഇതൊക്കെയാണ്. 9. ഒന്ന് സീക്രട്ട് നമ്പർ 1 എന്ന് വെച്ചാൽ ബി ഹാപ്പി ഫസ്റ്റ്. നമ്മൾ ആദ്യമേ സന്തോഷിക്കാൻ റെഡിയാകുക. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. 99% കാര്യങ്ങളും നമുക്ക് അനുകൂലമാണ്. പക്ഷെ 1% പ്രശ്നത്തിലാണ് നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നത്. ആ 1% നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് എല്ലാം തല്ലിപ്പൊട്ടിക്കും. ബി ഹാപ്പി ഫസ്റ്റ്. രണ്ടാമത് ഡു ഇറ്റ് ഫോർ യു. ഇത് നമ്മൾ ചെയ്യാറേ ഇല്ല അല്ലേ, ഡു ഇറ്റ് ഫോർ യു. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെ ഇല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാൽ ബേസിക്കലി നമ്മൾ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമുക്കത് പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. റിമെമ്പർ ടുഡേ ഈസ് യുവർ ലോട്ടറി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക. നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ, നാളെ ഉണ്ടോ ആർക്കറിയാം. അടുത്ത നിമിഷവും ഈ നിമിഷത്തെ അല്ലെ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത്. നെവർ റിട്ടയർ, ഓവർ വാല്യൂ യു, ക്രിയേറ്റ് സ്പേസ്, ജസ്റ്റ് ഡു ഇറ്റ്, ബി ഗ്രേറ്റ്ഫുൾ, ഡോണ്ട് ടേക്ക് അഡ്വൈസ്. അതിനൊക്കെ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ ഇതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ബി ഹാപ്പി ഫസ്റ്റ്. സന്തോഷം ആദ്യം ഉണ്ടാകട്ടെ. നമ്മളത് ആദ്യം പറഞ്ഞത് തന്നെയാണ്, സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് യാത്രയുടെ ആരംഭം ഒന്നും പോലും പറയണ്ട. യാത്രയിൽ ഉടനീളം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ലഗേജ് പോലെയാണ്. ഞാൻ ഇത് സാധിച്ചാൽ സന്തോഷിക്കും എന്നുള്ള ഒരു ചിന്ത, അതൊരു പഴയ ഫോർമുലയാണ്. അതിന് പകരം ഇന്ന് തന്നെ ആദ്യം സന്തോഷം വരട്ടെ, എന്നിട്ട് ആ സന്തോഷത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള ലക്ഷ്യത്തിലേക്കും പ്രവർത്തനത്തിലേക്കും ഒക്കെ പോകും. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. എനിക്കത് കപ്പാസിറ്റി ഉള്ളതാണോ, എനിക്കത് സങ്കല്പിക്കാൻ പറ്റുമോ, ഞാൻ സ്വപ്നം കാണാൻ പറ്റുന്ന ആളാണോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ അച്ചീവ് ചെയ്യാൻ, നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ള ഒരു ചിന്ത. പക്ഷെ ഇവിടെയും നമുക്ക് ഇമാജിനേഷൻ ഉപയോഗിക്കാം, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം, അസാധാരണമായിട്ടുള്ള ഒരു പുതിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു താല്പര്യം ഉപയോഗിക്കുക, അങ്ങനെ പല പല കാരണങ്ങൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, സന്തോഷം പ്രവർത്തനത്തിന്റെ ഫലമല്ല, അതൊരു കാരണമാണ്. ഫലം, എൻഡ് റിസൾട്ടായിട്ട് സന്തോഷത്തെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നെഗറ്റിവിറ്റി ആയിരിക്കും അധികവും തരുന്നത്, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് എത്താനുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡു ഇറ്റ് ഫോർ യു. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ സന്തോഷം കിട്ടാൻ വേണ്ടി. ഇപ്പം ഒമനമാൻ പറഞ്ഞു, പാഷനേറ്റ് ആയിട്ട് ചെയ്യുക അല്ലെ, നമുക്ക് മനസ്സ് മറന്ന് ചെയ്യുക, ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ അനായാസേന ചെയ്യും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് പറയും അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അയാൾ എന്ത് വിചാരിക്കും, അവരെന്ത് ചിന്തിക്കും, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഭയം നമുക്കുണ്ട്. ഈ ഭയത്തിൽ നമ്മൾ സ്വതന്ത്രരായി ശക്തമായ തീരുമാനങ്ങൾ, നമ്മൾ പറയും ബി അസർട്ടീവ് എന്ന് പറയും. നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങൾക്ക് സന്തോഷത്തിനും അനുസൃതമായി ഉപയോഗിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതം പലപ്പോഴും അത്
നെഗറ്റിവിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. ഡു ഇറ്റ് ഫോർ യു. നമ്മളുടെ ഒരു പോയിന്റ് അതാണ്, ഡു ഇറ്റ് ഫോർ യു. നമ്മൾ ശരിക്കും എങ്ങനെയാണ് നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്? നമ്മളൊന്ന് വിലയിരുത്തലാട്ടോ, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? ഹാപ്പിനെസ് തീർച്ചയായിട്ടും അല്ല, നമ്മളിപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെതിരായിട്ടാണല്ലോ ഇത് വരുന്നത്. അല്ല, അവിടെ ചെയ്യുമ്പോഴും നമുക്കുണ്ടോ സ്വാർത്ഥതയല്ലേ വരുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടോ? നമ്മൾ പ്രൊഫഷനായിട്ട് നമ്മളെ സ്വാർത്ഥതയല്ലേ വരുന്നത്? പ്രൊഫഷനായിട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുക ഏത് ജോലി. നമ്മളെ സന്തോഷമാവേ, നമുക്ക് സ്വയം ഒരു തൃപ്തിയാവും, നമ്മളെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക, തൃപ്തിയോടെ ചെയ്യുക. അതെ, അതാണ് ഇത്. ഒരു കണ്ടന്റ്മെന്റ് ഉണ്ടാകണം അല്ലെ, ഒരു പൂർണ്ണ തൃപ്തി നമുക്കുണ്ടാകണം. ചെയ്തതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന തലം, അല്ലെങ്കിൽ അതിലൂടെ നമുക്കൊരു റിസൾട്ട് കിട്ടണം. റോയ് സാറേ എന്നാ പറയുന്നു? അല്ല, സ്വന്തം സന്തോഷത്തോടു കൂടി ചെയ്യണമെന്നാ പറയുന്നത്. ഇപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുവാണെങ്കിലും അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യണം. അതിൽ സന്തോഷം കണ്ടെത്തണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ അതിൽ സന്തോഷം കാണണം ചെയ്യുമ്പോൾ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് 3ലേക്ക് പോവാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, റിമെമ്പർ ടുഡേ ഈസ് യുവർ ലോട്ടറി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യ ദിനമാണ് ഇന്ന് നമ്മൾ ഓർക്കുക. നിങ്ങൾ ജീവിക്കാൻ ലഭിച്ച ഇന്ന് എന്ന ദിവസം ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ ദിവസമാണ്. നാളെയോ അതിനുശേഷമോ ഒരുപക്ഷെ ഈ ഭാഗ്യം നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഈ നിമിഷത്തെ, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ഈ നിമിഷത്തെ അറിഞ്ഞ് ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, സോ ഇന്നത്തെ നിമിഷത്തെ ആസ്വദിക്കുക, വിലമതിക്കുക. ജീവിതം ഇന്നാണ്, ഇപ്പോഴാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഏറ്റവും വെച്ചാൽ ഇന്ന് സന്തോഷിക്കാനുള്ള ഒരു സാധ്യതകളും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് സന്തോഷിക്കാൻ വകയുണ്ട്, നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് അതിനെ തള്ളി നീക്കാൻ ശ്രമിക്കാതെ ഇന്നത്തെ സന്തോഷം ഇന്ന് തീർത്തിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിൽ ബന്ധപ്പെടാറുണ്ട് അല്ലേ. ഇന്ന് നാളെ ആവട്ടെ, നാളെ നമുക്ക് തകർക്കാം എന്നൊക്കെ നമ്മൾ പറയും, അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയും. നാളെ അത് നടക്കത്തില്ല. ഈവൻ ഒരു അടുത്ത നിമിഷത്തിൽ പോലും നമ്മുടെ മൂഡ് മാറിപ്പോകും, സാഹചര്യങ്ങൾ മാറിപ്പോകും. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സീക്രട്ട് നമ്പർ 3 ആണ്. അഗൈൻ സീക്രട്ട് നമ്പർ 4 എന്ന് പറയുന്നത് നെവർ റിട്ടയർ. ജോലിയിൽ നിന്നല്ല, ഒന്നിൽ നിന്നും. ആരോഗ്യമുള്ളിടത്തോളം ഒരു ഉദ്ദേശവും ഒരു താല്പര്യവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മനസ്സിനും ആത്മാവിനും സന്തോഷകരമായ രീതിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയത് സൃഷ്ടിക്കുക, പുതിയ സംഭാവനകൾ കൊടുക്കുക. നമ്മൾ പറയത്തില്ലേ, ഒരടയാളം സൃഷ്ടിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ട് പോവുക, റിഫ്ലക്റ്റ് ചെയ്യുക. നെവർ റിട്ടയർ. ഈ സീക്രട്ട് നമ്പർ 4 ആണ്. ഒരിക്കലും വിരമിക്കരുത്. അപ്പോൾ അവിടെയാണ് ഈ വിരമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ബോറിങ് അവിടെ വരും അല്ലെ, ബോർഡം അവിടെ വരുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയ്യുന്ന ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ഒരു താല്പര്യം. ശരിയല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് മാറി മാറി ചെയ്യുന്നത് അല്ലേ. ഒരേ സമയത്ത് തന്നെ പല തരത്തിലുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ നമ്മൾ മാറി മാറി ചെയ്യും. നമ്മൾ ഞാൻ പറയാം, ടൈം സ്ട്രക്ചറിങ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലേ. ഓമന ടീച്ചറെ, ടൈം സ്ട്രക്ചറിങ് ഓർക്കുന്നുണ്ടോ? പോമറോഡോ മെത്തേഡ്. അപ്പൊ അവരുടെ പഠനത്തിന്റെ രീതിയാണ്. യെസ്, നമ്മള് പഠനം ബോറടിക്കാതിരിക്കുക. ടൈം സ്ട്രക്ചറിങ് ഉണ്ട്. നമുക്ക് ഒരിക്കലും സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തില്ല. അത് എപ്പോഴും ബോർഡായിപ്പോൾ ഒരു സമയം കഴിഞ്ഞ് അടുത്ത സമയം. ഇപ്പൊ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏത് ബസ്സിന്റെ ഏത് സീറ്റിലായിരിക്കുന്നത്? സാധാരണ ട്രെയിൻ ആണെങ്കിലും ഈവൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഏത് സീറ്റാണ്? സൈഡ് സീറ്റ്. സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ച കാണാൻ. എത്ര നേരം സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും? കുറച്ചു നേരം എഴുന്നേറ്റ് പോകേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ സീറ്റാണ് നല്ലത്. അല്ല, അങ്ങനെയല്ല. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സൈഡ് സീറ്റിൽ ഇരുന്ന് തന്നെ യാത്ര ചെയ്ത് എത്ര നേരം പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും? എത്ര സമയം? 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോറാവും, ഉറക്കമാവും. പിന്നെ നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള. അപ്പം ഒരിക്കലും പ്ലഷർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതല്ല. സന്തോഷം എന്നുള്ള വാക്ക് നമ്മൾ പ്ലഷർ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒരു ഇന്നർ ഹാപ്പിനെസ്സിനെ കുറിച്ചല്ല പറയുന്നത്.
നമ്മളുടെ പെരിഫറൽ ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. അതൊരിക്കലും സ്ഥായിയായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പീസിൽ നിന്നുണ്ടാകണം. സമാധാനവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സമാധാനവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ടോ? സമാധാനം ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ തോട്ടാണത്, സമാധാനവും സന്തോഷവും. ജനറലി അത് ഒന്നാണെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നല്ലല്ലോ ഒരിക്കലും. സമാധാനം എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യക്തിപരമാണല്ലോ. സാറിന് സമാധാനമുള്ള കാര്യം ചിലപ്പോ എനിക്ക് സമാധാനമാകണമെന്നില്ല. അതെന്നുവെച്ചാൽ വ്യക്തിപരമാണ്, തീർച്ചയായിട്ടും വ്യക്തിപരമാണ്. നമ്മള് സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തിന് ഫോർമുല ഇല്ല എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. സന്തോഷം കൊണ്ടുവരാൻ ഒരു ഫോർമുല ഇല്ല. ഈ ഫോർമുല വ്യക്തിപരമാണ്. അത് എനിക്കും നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായ മാറ്റങ്ങളുള്ളതാണ്. ഉലാന സാർ പറയൂ. ഈ സന്തോഷവും അതുപോലെ സമാധാനവും ഇന്റർമിങ്കിൾഡ് ആണ്. ഒന്നിനെ ഒഴിച്ചു നിർത്തി മറ്റൊന്നിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് രണ്ടും ഒരേ രീതിയിൽ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഹാപ്പിനെസിന്റെ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. ഒരു സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടായി വരും. പിന്നെ അത് വ്യക്തിയുടെ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. സമാധാനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഇന്നർ സൈഡ്, ഒരു ഇന്നർ ഫീലിംഗ് ആണത്. അതിൻ്റെ ഔട്ടർ തലമാണ് സന്തോഷമായിട്ട് നമ്മൾ കാണുന്നത്. ആ സന്തോഷം പലപ്പോഴും നമ്മൾ മുഖത്ത് നോക്കിയാൽ അല്ലേ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓർഗൺ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓർഗൺ എന്ന് പറയുന്നത് നമ്മുടെ മുഖം തന്നെയാണ്. മുഖത്തറിയാം. നമുക്ക് നമ്മുടെ മുഖം കാണാത്തതുകൊണ്ട് മുഖം എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നമ്മുടെ മുഖം കൃത്യമായിട്ട് കാണാവുന്നത് കൊണ്ട് നമ്മളുടെ ഇന്നർ സൈഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇന്നർ പാർട്ട് അല്ലെങ്കിൽ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതാണ് പീസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പം നെവർ റിട്ടയർ. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട്, ഓവർ വാല്യൂ. നിങ്ങളെ വിലമതിക്കുക. നമ്മുടെ യുണീക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സമയം, ഊർജം, കഴിവുകൾ, സ്നേഹം ഇതെല്ലാം അമൂല്യമാണ്, യുണീക്കാണ്. മൂല്യം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തിഗതമായി നമുക്ക് കിട്ടിയിട്ടുള്ളതാണല്ല. അതിനെ വില കുറച്ച് കാണരുത്. സത്യത്തിൽ മുന്നോട്ട് കോൺഫിഡൻസോടെ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റാത്തവർക്കെല്ലാം വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം നമ്മളെ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുഖം ശരിയില്ല, സംസാരിച്ചാൽ ശരിയില്ല, പല്ലുന്തി നിൽക്കുന്നു, അങ്ങനെ പല തരത്തിലുള്ള എന്താ പറയുന്നത്, നമ്മളെ സെൽഫിന്റെ ആ വാല്യൂ കുറയ്ക്കുക പലപ്പോഴും. അപ്പൊ ഇത് കൂട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെ, ആരോട്, എന്തിനായി നിങ്ങളുടെ മൂല്യവത്തായ സമയം ചെലവഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അത്യുത്തമനാണ്, ഏറ്റവും പവർഫുൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കരുതുക. എനിക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ പറയത്തില്ലേ, അഫർമേഷൻസ് എല്ലാം ആ ഒരു കോൺസെപ്റ്റിലൂടെയാണല്ലോ പറയുന്നത്. എനിക്ക് സാധിക്കും, ഐ ക്യാൻ, ഐ കോണ്ട് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ. അപ്പൊ ഈ തലത്തെ കൂടുതൽ പവർഫുൾ ആക്കുക. ഇങ്ങനെ പവർഫുൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ കൃത്യതയോടെ നമുക്ക് പോകാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ പലരും കൗൺസിലിംഗ് തലത്തിലൊക്കെ നിൽക്കുന്നവരാണ്. അവരവരെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവും, ഒരു ക്ലയൻറ്റ് വന്നാൽ അയാളോട് സംസാരിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ പേടിച്ചു പോയാൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുമില്ല. അല്ലേ സാറേ? സാർ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ആദ്യം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എൻ്റെ കോൺഫിഡൻസ്. മൂന്നാമത്തെ കാര്യം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ആൾക്ക് ഞാൻ കൊടുത്തു വിടുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ നോക്കില്ല, അത് കൊടുത്തേക്കും. ഈ വരുന്ന ആളെ എങ്ങനെയുള്ള ആളാവും ഈശ്വര എന്നൊരു സംശയം വന്നാൽ
കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഓരോ വാക്കും ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് അതൊന്നും കേറില്ല സർ. ശരിക്കും നമ്മുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ആ കോൺഫിഡൻസിന്റെ ലെവല് ക്ലയന്റിന് അറിയാൻ പറ്റും, ഇല്ലേ? നേരെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. നമ്മൾ സംശയിക്കുന്നെങ്കിൽ നമ്മുടെ മുഖം പറയും. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഇയാളുടെ അടുത്ത് ഇരുന്നിട്ട് കാര്യമൊന്നും അതെ, ഈ പുള്ളി സെഷനെ എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്ന് തോന്നും. കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഈ പുള്ളി ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് വിചാരിക്കും. റോയ് സാറേ, എന്റെ പ്രശ്നം ഗവൺമെന്റിന്റെ കണ്ണാടിയല്ലേ. പരിഹരിക്കപ്പെടും ഇദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നാൽ എന്ന വിശ്വാസത്തിൽ വരുന്ന ക്ലയന്റിനെ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസവും കൂടി ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ. സാറേ, ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് അടുത്ത ആ ക്ലയന്റ് വേറൊരു ക്ലയന്റിനെ വിടുമ്പോൾ ഒരു വാക്ക് പറയും, ആ പുള്ളിയുടെ അടുത്ത് എന്നാ മതി, നടക്കും, അല്ലെ? അത് നമ്മുടെ മുഖത്തുനിന്ന് വായിക്കുന്നത്, അല്ലെ? മുഖത്തുനിന്ന് വായിക്കുന്നത് തന്നെയാണ്. സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്, അതിന് പവർ ഉണ്ട്. പക്ഷെ നമ്മുടെ മുഖത്തെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അപ്പൊ ഈ പോയിന്റും അത് തന്നെ അതിനോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ നമ്മളെ വിലമതിക്കുക. നമ്മൾ ഏറ്റവും പവർഫുൾ ആണ്, പ്രഷ്യസ് ആണ്, ഏറ്റവും അമൂല്യമാണ് എന്ന്, ഉത്തമമാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സ്പേസ്, ഇടം സൃഷ്ടിക്കുക. ജീവിതത്തിൽ നിരന്തരമായ തിരക്കും ശബ്ദവും ഇല്ലാത്ത ശാന്തമായി ചിന്തിക്കാനും ശ്വസിക്കാനും ആവശ്യമായ ഇടം സൃഷ്ടിക്കും. നമ്മുടെ ശാരീരികമോ മാനസികമോ സമയപരമോ ഒക്കെ ആയിട്ടുള്ള ഏതൊരു രീതിയിലാണെങ്കിലും ഈ പറയുന്ന സ്പേസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ക്ലട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോകാസ്റ്റിനേഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇങ്ങനെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലോണം മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സിങ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റാറുണ്ടോ? ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ക്ലയൻറ്റിനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്വല്പം നേരമെങ്കിലും ഒന്ന് ശാന്തമായിട്ടിരുന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഇരിക്കുമോ ലോനൻ സാറേ? ഇരിക്കില്ല. ലോനൻ സാർ എന്താ പറയുന്നുണ്ട്? മ്യൂട്ട് ചെയ്യും. സാറ് ഞാൻ മ്യൂട്ടായിരുന്നു. സാറ് പറഞ്ഞ കാര്യം വളരെ ശക്തമാണ്. പക്ഷെ നമ്മള് പലപ്പോഴും, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്, നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തു എന്ന്, മെഡിറ്റേഷൻ എന്ന വാക്ക് വെക്കുമ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു പ്രശ്നം മനസ്സിൽ തോന്നും. നമ്മുടെ രഹസ്യമൊക്കെ പിടിച്ചോണ്ട് പോകുന്ന നമ്മള് പറയുന്ന രണ്ട് കാലും ഒന്ന് ചേർത്ത് നിലത്ത് കാലുകളൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ശാന്തമായി കണ്ണടച്ച് ഒന്ന് നല്ലപോലെ ദീർഘമായി ശ്വാസം എടുക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ കാണാം. അങ്ങനെ വാസ്തവത്തിൽ അത് മെഡിറ്റേഷനാണ്. അയാൾ ആ ദീർഘമായ ശ്വാസം എടുക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ പോവില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് തുടങ്ങുന്നത്. ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ പോകും. സാറ് പറഞ്ഞ പോലെ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശാന്തമായി എന്ന് പറഞ്ഞാല്, ഇനി പതുക്കെ കണ്ണുകൾ തുറന്നോളൂ എന്ന് പറഞ്ഞ് കണ്ണുകൾ തുറന്ന് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് അയാൾ നോക്കി ഒന്ന് ചിരിക്കും. നമ്മൾ ആ ചിരി അങ്ങോട്ട് കാഴ്ച വെച്ചോണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ പണിയുടെ പകുതി തീർന്നു എന്നാണ്. അയാൾ കൊണ്ടുവന്നതിൽ പകുതിയും അവിടെ തന്നെ തീർത്തു. ബാക്കി നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില എബിലിറ്റീസ് ആണ് സർ. ഇതിൽ തിയറി എന്നുള്ളതിനേക്കാൾ ഏറെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നമ്മുടെ കഴിവ് അയാൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അയാൾ സന്തോഷത്തിന് വേണ്ടിയാ വരുന്നത്. ഇവിടെ വലിയ വലിയ ചുമടെടുത്ത് അയാളുടെ ഇതൊക്കെ ചെയ്തോക്കൂ എന്നാലും നടക്കൂടൂ എന്ന് പറഞ്ഞാൽ അന്നേരം അയാൾ പറയും, ഇതൊക്കെ ഒന്നായിട്ട് ചെയ്തിട്ടൊന്നും എനിക്കിത് വേണ്ട എന്ന് പറയും സർ. യെസ്, നിങ്ങൾ ഷെയറാണ് പറഞ്ഞോളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ ആ സ്പേസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് അമ്മയോട് ചേർന്നെങ്കിൽ പറയുന്നോ? ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ ആരെ അനുവദിക്കാൻ പാടില്ല. ബന്ധങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. ആ ടോളറേഷൻ നടന്നുകൊണ്ടിരുന്നാൽ അത് നിരന്തരമായി അവർ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ തന്നെ വേണം പറയാൻ.
പറയാനല്ല, റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല, യെസ്. വീട്ടിലായാലും പുറത്തായാലും. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ഡിസ്റെസ്പെക്ട് വരും. പക്ഷെ നമ്മളുടെ സ്റ്റാൻഡുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കുക എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഒക്കെ സംഭവിക്കാം, കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം, മനഃപൂർവ്വമാകാം, അല്ലേ? ഇപ്പൊ അല്ല, സ്ഥിരമായി വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് സർ. ഉണ്ട്, ഒരു ഉണ്ട് നാർസിസ്റ്റിക് പാറ്റേൺ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി കാണിക്കണം. അതെ, ഒരു ഹയറാർക്കൽ പാട്രിയാർക്കൽ എന്നൊക്കെ പറയുന്ന. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു, നമ്മൾ കുട്ടികളുമായിട്ട് സംവേദിക്കുമ്പോൾ, കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാറുള്ളത്, ഈ പ്രായമുള്ളവർ സംസാരിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഒരു പരിഗണനയും നൽകാറില്ല, അവർ മുഖത്ത് പോലും നോക്കി സംസാരിക്കാറില്ല എന്നൊക്കെ പറയും. നമ്മൾ ചോദിക്കുക, അപ്പോൾ കുട്ടി ശരിക്കും അച്ഛൻ്റെ അമ്മയിൽ നിന്ന് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, അവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അവരെ ഈ പറയുന്ന ആ ഗ്യാപ്പ് ഒരു പരിധിയിലധികം കൂടി കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹയറാർക്കിയൽ തരത്തിൽ ഇപ്പം പ്രായമുള്ളവർ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നലെ ജ്യോതികുമാർ സാറ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, ആ ആണുങ്ങള് വീട്ടിൽ കയറി വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങള് സംസാരിക്കാറില്ല, അവർ മാറി നിൽക്കുകയുള്ളൂ. നമ്മുടെ പഞ്ചമിയുടെ വീട്ടില് പഞ്ചമി സംസാരിച്ചില്ല, പ്രവർത്തിച്ചേ ഉള്ളല്ലോ. യെസ്, യെസ്. ഓക്കെ, നമ്പർ 7 എന്ന് പറയുന്നത് ജസ്റ്റ് ഡു ഇറ്റ്. വെറുതെ ചിന്തിക്കരുത്, അത് ചെയ്യുക. ഒത്തിരിയും സമയം, അല്ലെ, നമ്മുടെ വിലയേറിയ സമയം നമ്മൾ ചിന്തിച്ച് കളയാതെ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുക. നമ്പർ 6 എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യോ? മാറിപ്പോയോ? ക്രിയേറ്റ് ക്ലിയർ ആയി സർ? ക്രിയേറ്റ് സ്പേസ്. ഓക്കെ, എനിക്ക് 7 പറയാം. ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു തലത്തിലൂടെ നമുക്ക് നമ്മളുടേതായ റിഫ്ലക്ഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് ശാരീരികമോ മാനസികമോ സമയത്തിന്റെ തലത്തിലൊക്കെ ഉപയോഗിക്കാം. നൗ ജസ്റ്റ് ഡു ഇറ്റ്. ചെയ്യുക. നമ്മൾ ചിന്തിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അത് ശരിയാവുമോ? അല്ലേ? നമ്മളെപ്പോഴും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ചിന്തകളാണ് അധികവും. ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളരെ കുറവാണ്. ഇനി അഥവാ പോസിറ്റീവായിട്ട് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെ തീർച്ചയായിട്ടും ഡീമോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ചിന്തിക്കുന്നതിന് പകരം അത് ചെയ്യാനുള്ള ശ്രമം നടത്തുക. സമയം, ആസൂത്രണം, കോൺഫിഡൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സമയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, തീർച്ചയായിട്ടും ധൈര്യമുണ്ട്. പക്ഷേ നമ്മൾ അതിനെല്ലാം എന്താ പറയുക, ഒരു കൺകറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക. പ്രവർത്തനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്, പ്രതിസന്ധികൾ മറികടക്കുന്നതിന്, സന്തോഷം കണ്ടെത്തുന്നതിന് എല്ലാം ചെറിയ ചെറിയ ഘട്ടങ്ങളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ പ്രോസസ് ചെയ്യുക. അപ്പം ഡു ഇറ്റ്, ചെയ്തു കാണിക്കൂ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. ചെയ്ത് കാണിക്കൂ, സംസാരിക്കാതെ ചെയ്യൂ. ചെയ്ത് കൃത്യമായിട്ട് കാണിക്കുമ്പോൾ സ്വല്പം കൂടെ ക്ലാരിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം. ഓക്കെ, ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്പർ 8, ബി യു മീൻസ് ബി ഗ്രേറ്റ്ഫുൾ. ബി യു എന്നത് നമ്മുടെ സ്വന്തം യാത്രയുടെ ഡ്രൈവർ ആകുകയും ബി ഗ്രേറ്റ്ഫുൾ എന്നത് യാത്രയിലെ ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള രഹസ്യവുമാക്കുക. ഇപ്പം നമ്മൾ ആരാണെന്ന് ബി ഗ്രേറ്റ്ഫുള്ളിലൂടെ തിരിച്ചറിയുകയാണ്. ഞാൻ ആരാണ്? ഈ ഒരു പോയിന്റ് നമ്മൾ പലപ്പോഴും മറക്കുമ്പോഴാണ് നമ്മളല്ലാതായി പോകുന്നത്. ഗ്രേറ്റ്ഫുൾ അല്ല, യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ എന്ന് പറയാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ വരുന്നത് ഈ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന തലത്തിന് മുമ്പുള്ള ബി യു എന്ന് പറയുന്ന ആ തലം നമ്മൾ സ്വയം മറന്നു പോവുക, അല്ലെ എന്ന് പറയത്തില്ലേ, വന്ന വഴി മറക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഈ ഒരു തലമാണ്. ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാതെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്ന ആ തലം തെറ്റിപ്പോകുന്നത്. നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതത്തിന് നന്ദി പറയുക. നന്ദി പറയാനല്ലാതെ നമുക്ക് എന്താണ് അവസരം, അല്ലേ? ഈ വലിക്കുന്ന ശ്വാസത്തിന് പോലും നഖത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ എല്ലാം തീർന്നു. അപ്പൊ ഈ സന്തോഷത്തെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സമവാക്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗ്രേറ്റ്ഫുൾനെസ് ആണ്. ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിനെ നമ്മളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഈഗോയും, അല്ലേ, നമ്മളുടെ അഹന്തയും എല്ലാം, ഈ പറയുന്ന തലങ്ങളെല്ലാം കൊണ്ട് നമ്മളല്ലാതായി മാറി നിൽക്കുന്ന ഒരു എൻവറോൺമെന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പലപ്പോഴും തെറ്റിപ്പോകും. നമ്മൾ പറയും ഈഗോ സ്റ്റേറ്റുകളൊക്കെ മാറിപ്പോകും എന്ന് പറയും. ഒരു അഡൽട്ട് ഈഗോയിൽ നിൽക്കുന്നതിന് പകരം ചിലപ്പോൾ പേരൻറ്റോ ചൈൽഡോ ഒക്കെ ആയിട്ട് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകുമ്പോൾ
അഡൾട്ടിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെ പാർട്ട് ആവശ്യമുണ്ട്. ഗ്രേറ്റ്ഫുൾനെസ് അൺകണ്ടീഷണലാണ്. ഇത് സ്വയം ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവർ ഓർമ്മിപ്പിച്ച് ഗ്രേറ്റ്ഫുൾ ആക്കണം, നന്ദിയുള്ളവനാകണമെന്ന് പറഞ്ഞാൽ പോലും ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ്. അറിയുന്നില്ല, പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ അച്ഛനെയും അമ്മയൊക്കെ അടിച്ച് കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്താണ് ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെ അവസ്ഥ, അവരാരാണെന്ന് പോലും. ഓക്കെ, തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നും ഒക്കെ ആകാം. പക്ഷെ എങ്കിൽ പോലും ഏതെങ്കിലും ഒരു നിമിഷത്തിലൊക്കെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം അവർക്ക് ഇല്ലായികയൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വയം അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ, ബി യു, നമ്മളായി മാറുക. നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഇതാണ്: വന്ന വഴി മറക്കുന്നു, ആരാണെന്ന് മറക്കുന്നു, നീ നിന്നെ തന്നെ മറക്കുന്നു. ഇതിനുള്ള വാക്കുകളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. സ്വയം മറക്കരുത്. ഈ വാക്കുകളിലൊക്കെ നമ്മളെന്ന് പറയുന്ന ഐഡന്റിറ്റി മാറിപ്പോകുമ്പോഴാണ് ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഈ നിർദ്ദേശങ്ങൾ വരുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ഓക്കെ. പെട്ടെന്ന് നമ്മൾ പഴയ ഒറിജിനൽ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇറ്റ്സ് എ വണ്ടർഫുൾ ടൂൾ. സമാധാനം കിട്ടാത്തതിന്, സന്തോഷം കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഗ്രേറ്റ്ഫുൾ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇടപെടുകയും നമ്മൾ കത്തി വീശുകയൊക്കെ ചെയ്യുന്നത്, വാക്കുകൊണ്ടാണെങ്കിൽ പോലും വീശുന്നതെല്ലാം ഗ്രേറ്റ്ഫുൾ ആകേണ്ട വ്യക്തികളോടാണ്. സോ അതും ഒരു സമവാക്യമായിട്ട് നമുക്ക് എടുക്കാം. നൗ ഫൈനലി നമ്പർ 9 എന്ന് പറയുന്നത് ഡോണ്ട് ടേക്ക് അഡ്വൈസ്. ഇത് സാധാരണ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തെറ്റായിട്ട് തോന്നാം. ഡോണ്ട് ടേക്ക്, ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. ശരിയാണ്. കാരണം നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജെനറ്റിക്കൽ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ ഫോർമുല നമുക്ക് ഗുണകരമാകണമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ലതാണെങ്കിൽ എടുക്കാം തീർച്ചയായിട്ടും. പക്ഷെ അത് അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ പലപ്പോഴും പ്രശ്നമുണ്ടാകും. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിന്റ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, കഴിവുകൾ, മൂല്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. പക്ഷേ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ വഴിയായിട്ട് സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതിന് നമ്മളെപ്പോഴും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. സ്വന്തം ആന്തരിക സ്വരം കേൾക്കാൻ പഠിക്കുക. ശരിയാണോ തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഞാനിങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്താൽ മാത്രമേ ആ പ്രോസസ്സ്, ആ സിസ്റ്റം വർക്കുള്ളൂ. അല്ലെങ്കിൽ ആ സിസ്റ്റം പൂർണ്ണമായിട്ട് നമുക്കറിയാം. ഇപ്പം അക്രമികളായ, അല്ലേ, നമ്മൾ പറയാം പല രീതിയിൽ കാണിക്കുന്ന അങ്ങനെയുള്ള ഗുണ്ടകൾ എന്നൊക്കെ പറയുന്നവർ, അവർക്ക് ഈ സിസ്റ്റം ഇല്ല, ഈ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവർക്ക് അതിഭയങ്കരമായ മോട്ടിവേഷനാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളൊരു മോട്ടിവേഷൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് സീക്രട്ട് നമ്പർ 9 എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു 9 സീക്രട്സ് ആണ് ഈ ബുക്കിലൂടെ, ഹാപ്പിനെസ് ഇക്വേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ഈസ് ബി ഹാപ്പി ഫസ്റ്റ്. നമ്മൾ സ്വയം ഹാപ്പി ആക്കുക. ആ ഹാപ്പിനെസ്സിലൂടെ നമ്മുടെ ജീവിതവും നമ്മുടെ യാത്രയും എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പിനെസ് അവസാനം കിട്ടുമെന്ന് വിചാരിക്കുന്നതല്ല ശരി. ഡു ഇറ്റ് ഫോർ യു. നമുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റിമെമ്പർ ടുഡേ ഈസ് അവർ ലോട്ടറി. ടുഡേ ഈസ് നമ്മുടെ ഏറ്റവും ഭാഗ്യമുള്ള ദിവസം ഇതാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. ദെൻ നെവർ റിട്ടയർ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും റിട്ടയർ ആകാതിരിക്കുക, മാറ്റിവെക്കാതിരിക്കുക. ദെൻ ഓവർ വാല്യൂ. തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം അമൂല്യമായിട്ട് കാണുക. ക്രിയേറ്റ് സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളുടെ ഇന്നർ വോയിസ് കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എനി മീൻസ് സ്വല്പം സ്പേസ്. നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മുറി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പേഴ്സണലി കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ഒരു മുറി നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് അതിന് ഡോറൊക്കെ ഉണ്ടായിരിക്കണം. കുറച്ചു നേരം ഡോറൊക്കെ അടച്ചു വെച്ചിട്ട് സുഖമായിട്ടിരുന്ന് ഇഷ്ടമുള്ളതൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം.
അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഡു ഇറ്റ്. ചിന്തകൾ വേണ്ട, ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകളൊക്കെ വരും. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ പുതിയ സാഹചര്യത്തിന് ചവിട്ടുപടികളാണ്. ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഡോണ്ട് ടേക്ക് അഡ്വൈസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 2-ലുള്ളത്. ഭാഗം 2-ല് 9 സീക്രട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കുറച്ച് സമവാക്യങ്ങളൂടെ അദ്ദേഹം പറയുന്നത് ഭാഗം 3-ാമത്തെ ഭാഗത്തിൽ, പുസ്തകത്തെ 3 ഭാഗമായിട്ട് തിരിച്ച് 3-ാമത്തെ ഭാഗത്തിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പ്രായോഗിക പ്രാക്ടിക്കൽ ഇക്വേഷൻസും കൂടെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സമവാക്യം നമ്പർ 1 എന്ന് പറയുന്നത് വളരെ രസകരമായ സമവാക്യമാണ്. അദ്ദേഹത്തെ ഈ ബുക്കിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് തന്നെയാണ്. ഇതെന്താണ് എന്ന് നമുക്ക് തന്നെ നോക്കാം. വാണ്ട് നത്തിങ്, എനിക്കൊന്നും വേണ്ട, വേണ്ടതൊന്നും. ഡു എനിത്തിങ്, എന്തും ചെയ്യാം. ഹാവ് എവറിതിങ്, ഉണ്ടാവുക എല്ലാം, എല്ലാം ഉണ്ട്. എനിക്കൊന്നും ചെയ്യണമെന്നുമില്ല, എന്നാൽ ഞാൻ എല്ലാം ചെയ്യുകയും ചെയ്യും, എനിക്കൊട്ട് എല്ലാം ഉണ്ട്. ദിസ് എ വണ്ടർഫുൾ ഫോർമുല. ഈ ഫോർമുല എങ്ങനെ കണക്ട് ചെയ്യും? അപ്പം നമ്മൾ ഈ കണ്ട 9 കാര്യങ്ങളും 3 വീതം ഈ ഫോർമുലയെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഈ സമവാക്യം നീൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വേണ്ടതൊന്നും, ചെയ്യുക എന്തും, ഉണ്ടാവുകയല്ല. അപ്പോൾ ആഗ്രഹങ്ങളില്ല, എനിക്കൊന്നും വേണ്ടതേ, ഐ എം ഹാപ്പി. നമ്മൾ കണ്ടന്റ്ഫുൾ എന്നൊക്കെ പറയത്തില്ലേ, കണ്ടന്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. വേണോ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യണോ, ചെയ്യാം. എനിക്കായിട്ട് വേണ്ട. നമ്മൾ ഭക്ഷണമൊക്കെ പറയത്തില്ലേ, ഭക്ഷണം ഉണ്ടാക്കണോ എന്നു ചോദിക്കുമ്പോൾ പറയും, ഓ വേണമെന്നില്ല, വേണമെങ്കിൽ കഴിക്കാം എന്ന് പറയുന്ന പോലെ വേണ്ടതും എന്തും ചെയ്യും, എന്തും നമുക്ക് ചെയ്യാം. എല്ലാം ഹാപ്പിനെസ്സിന്റെ പാർട്ടാണ് അല്ലേ. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും. എന്നുവെച്ചാൽ ഇഷ്ടമുള്ളത് വേണ്ടെന്നും വെക്കാം, ചെയ്യുകയും ചെയ്യാം, സ്വീകരിക്കുകയും ചെയ്യാം, എല്ലാം പ്രോസസ്സ്. ഇതാണ് ഫസ്റ്റ് സമവാക്യം. ഇത് വളരെ ഫേമസ് ആയിട്ടൊരു സമവാക്യമാണത്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ 9 ഘടകങ്ങൾ നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കൂടുതലുള്ള ആഗ്രഹം കുറയ്ക്കാല്ല, ആഗ്രഹമാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് അറിയാലോ. കൂടുതൽ ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കടയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പുതിയ വേർഷൻ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ പുതിയ മാർക്കറ്റിംഗ് തന്ത്രം കണ്ടില്ലേ, പുതിയ ബ്രാൻഡുകളുടെയൊക്കെ തന്നെ ഒന്ന് മാറി പുതിയത് വരുന്നു. എത്ര ലക്ഷം മുടക്കുന്നതിനും കുഴപ്പമില്ല. അത് മുടക്കാതിരുന്നാൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മെറ്റീരിയൽ ഹാപ്പിനെസ്, മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഇതാണ് സമ്പത്ത്. അപ്പം നമ്മളുടെ പാർട്ട് ഇതാണ് സമവാക്യം നമ്പർ 1. വാണ്ട് നത്തിങ്, ഡു എനിത്തിങ്, ഹാവ് എവറിതിങ്. എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കും. രണ്ടാമത്തെ സമവാക്യം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇക്വേഷൻ, നന്ദിയുടെ സമവാക്യം. ദിവസം 3 നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾക്കുള്ളതിൽ തിരിക്കുന്ന ഒരു ശക്തമായ പ്രാക്ടീസ്. ഏറ്റവും നമ്മുടെ ഇന്നർ ക്ലൻസിങ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ അത്യാവശ്യ ഈഗോകളെല്ലാം, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന കുറേ ഏരിയകൾ മനസ്സിൻ്റെ നമ്മുടെ ഇമേജുകളാണ്. ആ കൂർത്തു നിൽക്കുന്നതൊക്കെ വളരെ സ്മൂത്തായിട്ട് മാറാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ചിലവരോട് ഇങ്ങനെ പെരുമാറാവും, ഇതാരാണെന്നറിയാമോ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇക്വേഷനോടെ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഫോർമുല നമ്പർ 2. ഞാൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇക്കിഗായി. നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സമവാക്യമാണ്. പക്ഷേ ഈ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് നല്ലതും ലോകത്തിന് വേണ്ടതും നിങ്ങൾക്ക് പണം ലഭിക്കുന്നതുമായ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. സോ ദിസ് കോൾഡ് ഇക്കിഗായി. മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു ലക്ഷ്യം. നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് പ്രയോറിറ്റി, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് നല്ലത്, എന്നാൽ അതിൻ്റെ ലോകത്തിന് ഗുണകരമാകുന്നത്, എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി എന്നെ സഹായിക്കുന്നു. സോ ഇറ്റ്സ് കോൾഡ് ഇക്കിഗായി ഇക്വേഷൻ നമ്പർ 3. നമ്പർ 4 എന്ന് പറയുന്നത്
അൺകണ്ടീഷണൽ സെൽഫ് അക്സെപ്റ്റൻസ്. ഇത് നമ്മൾ അവിടെ പറഞ്ഞതാണ്, സ്വയം സ്വീകരിക്കൽ. അവിടെ നമ്മൾ പറഞ്ഞത് സ്വല്പ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു പാർട്ട്, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ ഫൊർഗീവ്നെസ്സിന്റെ പാർട്ട് നമുക്കറിയാം 3 തരം ഫൊർഗീവ്നെസ് ഉണ്ട്. ഫൊർഗീവ് അവർ സെൽഫ്, നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. പലപ്പോഴും അത് നമുക്ക് പറ്റില്ല. ശ്രദ്ധിച്ചു നോക്കിയോ, നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫൊർഗീവ് അതേഴ്സ്, മറ്റുള്ളവരോട് ക്ഷമിക്കുക. പിന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട്, അത് നമ്മളൊരു ഡിവൈൻ കണക്ഷനാണ്, ഫൊർഗീവൻസ് ഫ്രം ഗോഡ്. ഗോഡ് നമുക്ക് ഫൊർഗീവ്നെസ് തന്നു എന്ന് വിചാരിക്കും. മറ്റുള്ളവർ ഫൊർഗീവ് ചെയ്യുക, നമ്മൾ സ്വയം ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ ഈ 3 തലങ്ങൾ അൺകണ്ടീഷണൽ സെൽഫ് അക്സെപ്റ്റൻസ് ആവശ്യമാണ്. അപ്പോൾ സ്വയം സ്വീകരിക്കലാണ്. സ്വയം സ്വീകരിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യമാണ്. ഈ പറയുന്ന ഫൊർഗീവ്നെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്വയം സ്വീകരിക്കുക. സ്വയം സ്വീകരിക്കാൻ നമ്മൾ നമ്മളായിട്ട് തന്നെ സ്വീകരിക്കുക, പൂർണ്ണതയോടെ, അൺകണ്ടീഷണലായിട്ടും, ഈ ഉപാധികളൊന്നും വയ്ക്കാതെ, നിബന്ധനകളൊന്നും വയ്ക്കാതെ. സന്തോഷത്തിന് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയും. അത് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അൺകണ്ടീഷണൽ ലവ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. അതൊരിക്കലും പ്രാക്ടിക്കലി ചെയ്യാൻ എളുപ്പമല്ല, പക്ഷേ അത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെങ്കിലും അത് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ദെൻ സമവാക്യം നമ്പർ 5, ടൈം മാനേജ്മെന്റ്, സമയ നിയന്ത്രണം. നമ്മുടെ ദിവസത്തിന് അധിക മണിക്കൂർ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അധിക മണിക്കൂറുകൾ നമ്മൾ കണ്ടെത്തി വെക്കണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കണം. എല്ലാം ഒന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം കുടുംബപരമായ കാര്യങ്ങൾ, ജോലിപരമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാറി നിൽക്കണമെന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ മണിക്കൂറുകൾ നമുക്ക് കുറയ്ക്കാം. ഇഷ്ടമില്ല ടൈം മാനേജ്മെന്റിൽ ആ സമയ നിയന്ത്രണം നമുക്ക് കുറയ്ക്കാം. ടൈം റീസ്ട്രക്ചർ ചെയ്യാം. ഇഷ്ടമുള്ളത് അധിക മണിക്കൂറുകളായിട്ട് ഫീൽ ചെയ്യാം. നിമിഷങ്ങൾ നൂറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകൾ നിമിഷങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ശ്രദ്ധ തടസ്സപ്പെടുത്തുന്ന ഫോൺ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ സാഹചര്യങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പുതിയ ജനറേഷനൊക്കെ ഒത്തിരി അഫക്റ്റ്. അവരറിയുന്ന പോലുമില്ല അവരെങ്ങനെയാണ് ഇതിൻ്റെ അഡിക്ഷനിലേക്ക് പോകുന്നതെന്ന്. എത്ര സമയം വേണമെങ്കിലും ആ ഇരിക്കുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ അവർക്ക് ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. കാരണം അവർക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ AI കണ്ടന്റുകളാണ്. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് പോലും 1 മിനിറ്റോ 2 മിനിറ്റിൽ കൂടുതൽ ഒരു കണ്ടന്റിൽ നിൽക്കാൻ പറ്റാത്ത വിധം ബോറിങ്ങിലേക്ക് പോകുന്നത് അത്രമാത്രം ഫാസ്റ്റാണ്. സാധനങ്ങളേക്കാൾ അനുഭവങ്ങൾ തിരഞ്ഞെടുക്കാം. സോ ഇതാണ് സമവാക്യം നമ്പർ 5. സോ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞ ആ ഫോർമുലയെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീകറക്റ്റ് ചെയ്യാം. ആദ്യത്തെ വാണ്ട് നത്തിങ് എന്ന് പറയുന്ന ആദ്യത്തെ ഏരിയയിൽ, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ആ ഏരിയയിൽ നമ്മൾ ആദ്യത്തെ 3 ഫോർമുലാസ് ഉണ്ട്. ബി ഹാപ്പി ഫസ്റ്റ്, എനിക്കൊന്നും വേണ്ട, ഞാൻ ഹാപ്പിയാണ്. കണ്ടന്റ്മെന്റ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പൂർണ്ണ തൃപ്തിയിലാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹമില്ല. ഷർട്ട് വേണ്ട, ഡ്രസ്സ് വേണ്ട, ചെരുപ്പ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ആവശ്യം. എൻ്റെ കയ്യിൽ ഉണ്ടല്ല, ഉള്ളത് ഞാൻ തൃപ്തിയിലാണ്. ബി ഹാപ്പി ഫസ്റ്റ്, ദെൻ ഡു ഇറ്റ് ഫോർ യു. നമുക്ക് വേണ്ടി റിമെമ്പർ ദ ലോട്ടറി മീൻസ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇതെല്ലാം കണ്ടന്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ, തൃപ്തിയുടെ തലമാണ്. സോ ഇങ്ങനെ ഉണ്ടെങ്കിൽ വാണ്ട് നത്തിങ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ ആകാം. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഡ്രസ്സ് മേടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബർത്ത്ഡേക്ക് ആരെങ്കിലും നമ്മൾ പോയി ഡ്രസ്സ് മേടിക്കാറുണ്ടോ? പക്ഷെ മറ്റുള്ളവർ നമുക്ക് തരുമ്പോൾ നമ്മൾ പറയും എൻ്റെ ആവശ്യമില്ല, ഓക്കെ, എന്നാലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആകാം ഇത് നമ്മൾ. സോ ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട്, വാണ്ട് നത്തിങ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഡു എനിത്തിങ്, നെവർ റിട്ടയർ, ഓവർ വാല്യൂ യു. ഇതെന്ത് ചെയ്താലും റിട്ടയർമെന്റ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നു. എപ്പോഴും അതിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഹാപ്പിനെസ് ആണ്. ബൈ പ്രോഡക്റ്റ് ആണ്, ലക്ഷ്യമല്ല. ഓവർ വാല്യൂ, നമ്മളെപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ ക്രിയേറ്റ് എ സ്പേസ്. ആ സ്പേസ് നമ്മളുടെ സ്വന്തം സ്പേസാണ്. നമുക്ക് നമ്മളുടേതായ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ.
ഞാൻ എങ്ങനെ ചെയ്തു, എങ്ങനെ ക്ലാസ് ചെയ്തു, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ഈ കണ്ടന്റിന്റെ തലം ശരിയാണോ, അല്ലെങ്കിൽ നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടി അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിയതിനെ ഒന്ന് നമ്മുടെ സ്റ്റോക്കുകളെയൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ. ചിലതിനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ചിലതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ചിലതിനൊക്കെ ചോദിച്ച് മേടിക്കാം. അപ്പം ഇതെല്ലാം ഫ്രീഡത്തിന്റെ ഏരിയ ആണ്. ഡു എനിത്തിങ്, ഇറ്റ് ഈസ് മൈ റൈറ്റ്, എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ഇറ്റ്സ് ഫ്രീഡം. ആദ്യത്തെ കണ്ടന്റ്മെന്റ് ആണ്, ഇവിടെ ഇത് ഫ്രീഡമാണ്. വൺ മോർ ഏരിയ ഇസ് കോൾഡ് ഹാവ് എവറിത്തിങ്. ജസ്റ്റ് ഡു ഇറ്റ്, ബി യു ആൻഡ് ഡോണ്ട് ടേക്ക് അഡ്വൈസ്. സോ ദിസ് ഇസ് ഹാപ്പിനെസ്. സോ ദിസ് റിസൾട്ടാണ് ഹാപ്പിനെസ്. അവിടെ രണ്ട് കാര്യങ്ങളുള്ളത്. കണ്ടന്റ്മെന്റ്, നമുക്ക് പൂർണ്ണമായ തൃപ്തി. രണ്ടാമത്തെ ഫ്രീഡം, ദെൻ ഫൈനലി ഹാപ്പിനെസ്. സോ ഇതാണ് ആ ഫോർമുല. സോ ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വാണ്ട് നത്തിങ്, ബി ഹാപ്പി ഫസ്റ്റ്, ഡു ഇറ്റ് ഫോർ യു, റിമെമ്പർ ദ ലോട്ടറി ഈസ് കോൾഡ് പാർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. സംതൃപ്തിയുടെ, തൃപ്തിയുടെ, നമ്മുടെ ഉള്ളിൻ്റെ നിറവാണ്. ഡു എനിത്തിങ് ഫ്രീഡത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി നമുക്ക് ചെയ്യാം ഏത് സമയത്തും. അവർ വാല്യൂ ക്രിയേറ്റ് സ്പേസ്. ദെൻ ഫൈനലി ഹാപ്പിനെസിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഡു ഇറ്റ്, ബി യു. ഗ്രാറ്റിറ്റ്യൂഡിന്റെ തലം അവിടെയുണ്ട്, ഫോർഗിവ്നെസിന്റെ പാർട്ട് അവിടെയുണ്ട്. ഡോണ്ട് ടേക്ക് അഡ്വൈസ്. നമുക്ക് നമ്മുടേതായ ഒരു ഗ്രൂപ്പിൻ്റെ നമ്മുടെ പ്ലാനിലൂടെ നമ്മൾ കടന്നുണ്ട്. വേണമെങ്കിൽ ആ പ്ലാനൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം, മറ്റുള്ള പ്ലാൻ നമുക്ക് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഹാപ്പിനെസ് ഇക്വേഷൻ. ഇവിടെ പറയാണ്, സന്തോഷം ഒരു ലക്ഷ്യമല്ല, ഒരു തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ്. തന്ത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു യുദ്ധം നോക്കൂ, അവസാനമല്ല തന്ത്രം പ്രയോഗിക്കുന്നത്, ആദ്യം മുതലേ തന്ത്രമുണ്ട്. അപ്പോൾ സന്തോഷം യാത്രയുടെ ഒരു തന്ത്രമാണ്. ആ യാത്ര സന്തോഷകരമാകാൻ, ജീവിതം സന്തോഷകരമാക്കാൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സന്തോഷകരമാക്കാൻ എല്ലാം ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം. സോ ഇതാണ് ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, സ്വല്പം കൂടെ നമ്മൾ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം കൂടുതൽ കറക്റ്റാണോ എന്ന്. സോ ഓക്കെ, നീലിൻ്റെ മനോഹരമായ ബുക്ക് മേടിച്ച് വായിക്കുക. അതിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണിത്. സോ താങ്ക് യു വെരി മച്ച്. റോയ് സാറേ പറഞ്ഞോ, എങ്ങനെയുണ്ടെന്ന്? ഹാപ്പിനെസ് ഇക്വേഷൻ, യെസ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ വക കാര്യങ്ങൾ മനസ്സിൽ ഇരുത്തി പ്രവർത്തിച്ചാൽ സന്തോഷം ഉറപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സാറ് ഈ ബുക്ക് വായിക്കുന്നവരെയല്ല, ചില കാര്യങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കാനുള്ള അവസരം തന്നുകൊണ്ടാണ് സാറ് ഈ ബുക്ക് റിവ്യൂ ഇന്ന് ചിന്തിക്കും തോറും കുറെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചില കാഴ്ചപ്പാടുകൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും. ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് വളരെയധികം ഭാവിയിലേക്ക് ചിന്തിക്കാൻ ഉതകുന്ന കുറെ ഗൈഡ് ലൈൻസ് ആയിട്ട് തോന്നുന്നു. അത് മാത്രമല്ല, ഈ ബുക്ക് മനസ്സിരുത്തി വായിക്കാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാകുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. ഓമന ടീച്ചർ പറഞ്ഞോളൂ. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ സാർ ഇത്രയും നന്നായിട്ട് ബുക്ക് വാങ്ങി വായിക്കുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം. പിന്നെ അത് വളരെ റോയ് സാർ പറഞ്ഞ പോലെ നമുക്കത് വേർഡ് ടു വേർഡ് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിൽ പതിയുന്ന രീതിയിൽ സാർ അത് അവതരിപ്പിച്ചു. ഓരോ ഘട്ടത്തിലും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട്, വളരെ 100% ചെയ്യാറ്. അത് പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഒരു പുതിയ ബുക്ക് പരിചയപ്പെടുത്തി
വളരെ നന്നായിരുന്നു സാർ. ഇതുപോലെ സാർ എൻ്റെ ക്ലാസ് ഇടയ്ക്ക് വേണം. അപ്പോൾ താങ്ക് യു സാർ. തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഒത്തിരി നാളായി ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തിട്ട്. അപ്പം ഇനിയിപ്പോൾ ആ ഒരു ശീലം ഒന്ന് മാറ്റണം. പുലാനി സാർ പറയും. സാർ കംഫർട്ട് സോണിലാണ്. ഇല്ല, അങ്ങനെ വേണ്ട. ഞാനെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായി ക്ലാസ് എടുത്തത്. സാബ് സാറേ, ഇന്ന് എന്തായാലും നെറ്റ് എന്നെ ചതിച്ചില്ല. ഞാൻ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ ചെയ്തതാണ്. എനിക്കൊരു വാചകം കൂട്ടിച്ചേർക്കാനുള്ളത്, നാം ഈ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എവിടെ നിന്നാണ് കിട്ടുക? നാം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം, അടുത്ത നിമിഷം നമുക്ക് അറിയില്ല. നാളെ ഞാൻ സന്തോഷിച്ചോളാം, ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, മേ ബി ദ ലാസ്റ്റ് സ്ലീപ്പ്. അപ്പൊ ഇപ്പോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണോ അത് ചെയ്യുക. സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, മറ്റാളുകളുടെ ഉപദേശം അതേപോലെ അങ്ങ് സ്വീകരിച്ച് നടപ്പാക്കാൻ പോകല്ലേ. നമ്മുടെ ഉള്ള സന്തോഷം അങ്ങോട്ട് പോയി കിട്ടും. അയാളുടെ എക്സ്പീരിയൻസ് ആണ്, അയാൾക്ക് കിട്ടിയ സന്തോഷമാണ്. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിയാ, പക്ഷേ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോട്ടെ. തിങ്ക് ആൻഡ് ആക്ട്. നമുക്ക് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. നല്ല പോലെ ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകും. ആ ചിന്തിക്കുന്നത് തന്നെ സന്തോഷത്തോടെ ആവട്ടെ എന്നാണ് ഈ മിറർ തെറാപ്പിയിൽ പറയുന്നത്. സാർ പറഞ്ഞ ആ കോൺഫിഡൻസ്, അത് കയറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു 3 വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ വളരെ സുന്ദരനാണ്, എനിക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് എന്നോടുള്ള ഇഷ്ടക്കേടാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്. ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലെങ്കിലോ ഞാൻ അങ്ങോട്ട് പോകും. അത് ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയി ചെല്ലും. ഞാനാണ് ഉത്തരവാദി. അതുകൊണ്ട് സാറിൻ്റെ ഈ ക്ലാസ്സിൽ ഹാപ്പിനെസ്, റിയൽ ഹാപ്പിനെസ്, ഐ വിൽ ബി ദ വിന്നർ. അത് ഐ തുടങ്ങിക്കോളുക. ഞാൻ വിന്നറാണെന്ന് മുന്നേ കണ്ടാൽ തുടക്കത്തിന്റെ സന്തോഷം അങ്ങനെ വളർന്നുകൊണ്ട് പോവും. കുട്ടികളുടെ എക്സാം ഓരോരും കഴിയുമ്പോഴും അതിന്റെ റിസൾട്ട്, കാരണം ആദ്യം തുടങ്ങുന്നത് എനിക്ക് പറ്റുമല്ലോ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ പറ്റുമല്ലോ എന്ന ചിന്ത തന്നെ അയാൾക്ക് ഹാപ്പിനെസ് നൽകുന്നതാണ്. ദെൻ അടുത്ത വാക്ക് ഐ വിൽ, ഞാനത് നേടിയിരിക്കും. ആ നേടിയിരിക്കലിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ സന്തോഷത്തിനാണ് ചെയ്യുന്നത്. ദ ഫൈനൽ തിങ്, ഐ ആം ദ വിന്നർ. സാധാരണ കൈവയ്ക്കുന്നതിന് പകരം ഉറക്കെ ബോളിലോട്ട് കൈവയ്ക്കുകയാണ്, ഐ ആം ദ വിന്നർ. അത് ഇരട്ടി മധുരം പോലെ ഭയങ്കര സന്തോഷമായിട്ട് മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ. നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒരാളോടുള്ള നോട്ടം കൊണ്ട് പോലും നമ്മുടെ സന്തോഷം നിറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ സാർ. താങ്ക് യു. നല്ലൊരു ക്ലാസ്, എളിയ, വളരെ സിമ്പിളായിട്ടുള്ള തോട്ട്. അതിനി അനലൈസ് ചെയ്യാൻ എവിടെയും പോകണ്ട, അനലൈസ് ചെയ്ത് കഴിഞ്ഞു. സാറിൻ്റെ ഒരു ടെക്നിക്ക് ഇതിൽ കാണിച്ചത് നമ്മളെ കൊണ്ട് തന്നെ അത് അനലൈസ് ചെയ്യിപ്പിച്ച് നമുക്ക് മനസ്സിലായോ എന്ന് അറിയാനുള്ളൊരു വേല കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഒത്തിരി നന്ദി സർ. താങ്ക് യു വെരി മച്ച്. ചുമ്മാ ക്ലാസ് എടുത്ത് വിട്ടാൽ രസമാണ്, ഡിസ്കഷൻ ഒരു സുഖമാണ്. ഹരി കേൾക്കാമോ? സ്നേഹത മാം, വിൻസെന്റ് സാർ, മാധവൻ സാർ, പ്രിൻസ്, ജോർജ് ഐസക്, ദാസ്. ജോർജ് സാർ എന്തി? വിൻസെന്റ് സാറെ പറ. ഉലകൻ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ള, കാരണം സാറ് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയും കൂടെ ആശയത്തിൽ കൂടെ സാറ് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരികയും ചെയ്തു. എനിക്ക് പറയാനുള്ളത് സാറേ, ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ആൻഡ് പേഴ്സൺ ടു പേഴ്സൺ മാത്രമല്ല, ഒരു പേഴ്സൻ്റെ തന്നെ ജീവിതത്തിൽ പല ഘട്ടത്തിൽ അയാളുടെ ഹാപ്പിനെസ് പല തരത്തിലായിരിക്കും. ചെറുപ്പത്തിലൊരു കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടുമ്പോഴുള്ള ഹാപ്പിനെസ് അല്ല, അവൻ വളർന്നു വരുമ്പോൾ തോറും അവൻ്റെ ആ നീഡ്സ് വ്യത്യാസം അനുസരിച്ച് ഹാപ്പിനെസ്സും വ്യത്യാസം വരും, ഇല്ല സാറേ?
തീർച്ചയായും ചില തീർച്ചയായും ഡിപ്പെൻസ് ചെയ്യും. അപ്പോൺ ഹിസ് നീഡ്സ് ഓർ ഹിസ് എന്താ അതിന് പറയുക കണ്ടന്റ്മെന്റ് എങ്ങനെയാണ് വെച്ചിട്ട്. വ്യക്തിഗതമായി ഞാൻ ഈ ഇടയ്ക്ക് ഒരു വാട്സപ്പിൽ തന്നെ ഒരു ഇത് വായിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു വീട്ടിലത്തെ കഥയാണ്. ഒരു ഹസ്ബൻഡ് പുറത്തേക്ക് പോവാണ്. അപ്പം ഭാര്യയോട് പറയും, ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചു കാണും അറിഞ്ഞു കാണും, എന്നാലും ഞാൻ പറയാം. പോണ സമയത്ത് ഭാര്യയോട് പറയണം, ഐ എം ഗോയിങ് ടു മൈ ഫ്രണ്ട്സ്, ഐ വിൽ ബി ലേറ്റ്. ഭാര്യ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ആ ഹസ്ബൻഡ് വിചാരിച്ചത് സാധാരണഗതിയിൽ ഞാൻ പോകുമ്പോൾ പറയും യു ഷുഡ് ബി വെരി കെയർഫുൾ, രാത്രി കാർ ഓടിക്കരുത്, അധികം നേരം വഹിക്കരുത്, വെറുതെ അവിടെ ഓടി കറങ്ങി നടക്കരുത്, ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ തരുന്ന ഭാര്യ ഒന്നും വേണ്ടിയില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മകൻ വീട്ടിൽ വന്ന സമയത്ത് അവന് 1-2 സബ്ജക്റ്റിൽ അവൻ്റെ ഇത് ഫെയിലായി. സാറെ കേട്ട് കാണോ അല്ലേ ഇത്? പറഞ്ഞോ സാർ. കേട്ട് കാണോ? അല്ല അല്ല ആ പറയും. അപ്പം അതിൽ 1-2 സബ്ജക്റ്റിൽ ഫെയിലായപ്പോൾ അവൻ അത് വളരെ പേടിച്ച് അമ്മയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. ഇത് കിട്ടി, പ്രോഗ്രസ് കാർഡ് കിട്ടി, ബട്ട് ഐ ഫെയിൽഡ് ഇൻ 1 or 2 സബ്ജക്ട്സ്. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞു ഓക്കെ നീ ഒരു കാര്യം ചെയ്യണം, നല്ലപോലെ പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫെയിലായി കഴിഞ്ഞാൽ വിഷമമാണ്, അതുകൊണ്ട് പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവനും സർപ്രൈസായി. സാധാരണഗതിയിൽ ഷൗട്ട് ചെയ്ത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ പഠിക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതുപോലെ തന്നെ മോള് വന്ന് പറഞ്ഞു, ഞാൻ കാർ ഓടിച്ച് വരുന്ന സമയത്ത് കാറ് മുട്ടി ഡാമേജായി, എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ കാറ് ഡാമേജായി, ഇനി അത് പേടിച്ചിട്ടാണ് അതും പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാർ ഇങ്ങനെ എടുത്ത് ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മയൊന്നും വേണ്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞു അതിന് കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. അപ്പം ഇവര് നോക്കുമ്പോൾ അമ്മ ഈ പണ്ട് ഇങ്ങനെ ഔട്ട് ബേഴ്സ്റ്റ് ആയിരുന്നു കൊണ്ടിരുന്ന അമ്മ ഇപ്പം അത് അങ്ങനെയല്ല, ഇപ്പോൾ വളരെ ശാന്തമായിട്ട് കൂളായിട്ട് എല്ലാ കാര്യം ഫേസ് ചെയ്യണം. സോ ദേ ഡിസ്കസ്, അവർ ഫാമിലിയിൽ അപ്പനും മക്കളും കൂടെ ഭാര്യനെ അമ്മേനെ ഒന്ന് കോൺഫ്രണ്ട് ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ് വാട്ട് ഹാപ്പൻ ടു യു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോഴമ്മ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ, നിങ്ങളെല്ലാം കൊച്ചുകുട്ടികളൊന്നും എല്ലാവർക്കും അറിയാം, അവരൊക്കെ അവരവരുടെ ജീവിതമുണ്ട്, ജീവിതം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വൈ ഷുഡ് ഐ വെറി അബൌട്ട് ദാറ്റ്? ഞാൻ പണ്ട് ഇങ്ങനെ നിങ്ങളുടെ വരാൻ ലേറ്റ് ആകുമ്പോൾ അയ്യോ എന്ത് പറ്റി ലേറ്റ്, ഞാൻ എൻ്റെ സമാധാനം ഞാൻ കളയണം. അതുപോലെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ അയ്യോ അവർ പഠിച്ചിട്ടില്ലല്ലോ, അവർ മാർക്ക് കുറവായി എന്ത് ചെയ്യും? സോ ഐ ആം ഡാമേജിങ് മൈ ഓൺ ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി നോ ഐ വിൽ ബി ഹാപ്പി. നിങ്ങളെ ഉപദേശിക്കേണ്ടത് അത്ര നിങ്ങൾക്ക് അറിയാം, അത്രമാത്രം ഐ വിൽ ബി ദെയർ ടു സപ്പോർട്ട് യു, ബട്ട് ഐ വിൽ നോട്ട് ബി വിത്ത് യു ഇൻ ഓൾ യുവർ സ്ട്രഗിൾ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ വേണ്ടത്. നമ്മളൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ കാണുന്നത് ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ ഉള്ളത് കുറച്ച്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇനി നന്നായിട്ട് സാറേ ക്ലാസ്, താങ്ക് യു വെരി മച്ച്. സാറേ കല്യാണം കഴിച്ച് വിട്ടാൽ പോലും സമ്മതിക്കത്തില്ലേ അമ്മമാര്? അപ്പൊ അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു തോട്ട്. അത് ഓമനമാരോട് ചോദിച്ചാൽ അറിയാം. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ TA എന്ന് പറയുന്ന ആ സാധനം ഇത്ര മനോഹരമായിട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ടൂൾ, നമ്മൾ ഒത്തിരി ടൂൾ ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ ടൂളുകൾ നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷെ ഈ ഈഗോ സ്റ്റേറ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി മണ്ടൻ പൊട്ടൻ എന്നൊക്കെ നമുക്ക് ചിരിച്ച് പറയാൻ പറ്റുന്ന വണ്ടർഫുൾ ടൂളാണ് TA. കൃത്യമായിട്ട് നമുക്ക് അത് പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ചിരി, ഒരു നാണം ഉണ്ടാവുമല്ലോ. എന്തൊരു മണ്ടത്തരാ ഞാൻ ഈ കാണിച്ചത്. ഇല്ലേ ടീച്ചറെ? അമ്മ ടീച്ചർ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷേ അത് നമുക്കൊരു ആവറേജ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആവറേജിന് മുകളിലോട്ടുള്ള ആളുകളോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർ ഗ്രഹിക്കുന്നില്ല, അവരത് കേട്ടിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവിടെ അഡൽട്ട് സ്റ്റേജിൽ നമ്മൾ സംസാരിക്കണം എന്ന്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യവും അഡൽട്ട് സ്റ്റേജിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവും സാർ? ഈ ഒരു ആവറേജിന് മുകളിലുള്ളവർക്കേ മനസ്സിലാവും. അതെന്നു വെച്ചാൽ ഓരോ പ്രാവശ്യം കൗൺസിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ഒരു പരിപാടിയുമായിട്ട് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമ്മൾ പറയും ഈഗോ സ്റ്റേറ്റ് മാറിപ്പോയല്ലേ, അയ്യോ സാറേ പിന്നെ ഞാൻ പേരൻ്റ് ആയിപ്പോയല്ലേ, അല്ലെങ്കിൽ ചൈൽഡ് ആയിപ്പോയല്ലേ, നാണക്കേടായിപ്പോയല്ലേ, ഇനി സാർ എന്തായാലും ഞാൻ വരത്തില്ല. വീണ്ടും അടുത്ത പ്രശ്നം, പുതിയ പ്രശ്നമായിട്ട് വരുമ്പോഴും അവർ നിൽക്കുന്നത് ഇതേ പൊസിഷനിലാണ്. അപ്പോൾ അതാണ് മാം പറഞ്ഞത്. അത് സാർ, ഞാൻ അതിൻ്റെ അകത്ത് ഒരു പ്ലസ് പോയിന്റ് കാണുന്നത് സാറ് പറഞ്ഞതിൻ്റെ അകത്ത് അവര് വരുന്നുണ്ടല്ലോ. പക്ഷെ വന്ന നാണക്കേടാ മാം, ഇനി ഞാൻ എങ്ങനെയാ വരുന്നേ? ഈ സാർ എപ്പോഴും സാർ എന്നാലും അവര് വരുന്നുണ്ടല്ലോ, വന്നല്ലോ. വരാൻ പോലും തയ്യാറല്ലാത്ത ആളുകളല്ലേ ഭൂരിപക്ഷം. അതെ അതെ, അവരുടെ കാര്യം കേൾക്കാൻ പോലും തയ്യാറല്ല. കേൾക്കാൻ ഇങ്ങനെ ഒരു തിയറി ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും അവർ തയ്യാറല്ല.
തയ്യാറല്ലാത്ത ആളുകൾ അങ്ങനെയുള്ളവർ പോയി വിദ്യാസമ്പന്നരുടെ മരിക്കട്ടെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? വിദ്യാസമ്പന്നരുടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സ്പേസ് ഇല്ലേ, ഒരു പേഴ്സണൽ സ്പേസ്, ഉം. അത് അവരൊട്ടും അംഗീകരിക്കുന്നില്ല, വേറെ ആർക്കും ആ സ്പേസ് അവർ കൊടുക്കുകയില്ല. കൊടുക്കത്തില്ല. അത് സ്വന്തമായിട്ട് പോലും ഉപയോഗിക്കത്തില്ല. അതാണ് ഈ പ്രശ്നം. ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ പറഞ്ഞത്, അവരെന്താ ചിന്തിച്ചത്. ഇപ്പൊ നമ്മള് പുതിയ രാഷ്ട്രീയ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ? ഈ പാട്ട് കേട്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.